നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്വാർട്ടറിൽ നാം ശബത്ത് സ്കൂൾ ലെസനായി പഠിക്കാനുള്ളത് വൻ വിവാദം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഈ ക്വാർട്ടർ മുഴുവൻ പഠിക്കുന്നത്. അതിൽ 3-ാമത്തെ ക്ലാസ്സാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. തിരുവചനം പഠിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഇരുട്ടിൽ വെളിച്ചം. എൻ്റെ മനപ്പാഠവാക്യം, അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. യോഹന്നാൻ 12:35. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചനം പഠിക്കുവാൻ കടന്നു വന്ന ഞങ്ങളെ തിരുമേനി ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, പരിശുദ്ധാത്മ നിറവുള്ളവരായിരിക്കുവാൻ തിരുമേനി കൃപ ചെയ്യണം. തിരുവചനം പഠിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. മാനവും മഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. മനപ്പാഠവാക്യം ഞാൻ ഒരു പ്രാവശ്യം വായിക്കാം. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാടിൽ പിശാചിനെ മഹാസർപ്പമായും പഴയ പാമ്പായും ചിത്രീകരിക്കുന്നു. വേറെ ചില പേരുകളിൽ സാത്താൻ അറിയപ്പെടുന്നുണ്ട്, പിശാച് എന്നറിയപ്പെടുന്നുണ്ട്. ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവജനത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവനെ മഹാസർപ്പമായും വഞ്ചിക്കുവാൻ തൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ട് സാത്താനെ പാമ്പുമായിട്ട് ഉപമിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വിസമ്മതിച്ചതിന് സാമ്രാജ്യ റോമ ഗവൺമെൻറ് ആയിരക്കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കി. അവർ പീഡിപ്പിക്കപ്പെട്ടു, സിംഹങ്ങളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ടു, തൂണിൽ കെട്ടി അവരെ ചുട്ടരിച്ചു. ഈ പീഡനങ്ങളുടെ നടുവിലും അനേക വിശ്വാസികൾ വിശ്വസ്തരായി നിലകൊണ്ടു. അവർ സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സാത്താൻ തൻ്റെ തന്ത്രം മാറ്റിപ്പിടിച്ചു. എന്താണ് സാത്താൻ്റെ തന്ത്രം? അനേക വിജാതികളെ ക്രിസ്തീയ സഭയിലേക്ക് അവർ ആകർഷിച്ചു. തിരുവചന സത്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അറിവോ ജ്ഞാനമോ ഇല്ലാതെയാണ് അവർ ദൈവസഭയോട് ചേർന്നത്. തിരുവചനത്തിലെ സത്യങ്ങളെ ജനകീയ ആചാരങ്ങളുമായി ബന്ധിപ്പിച്ചു. അങ്ങനെ ദൈവിക ആരാധനയിലെ പിശകുകൾ സംഭവിച്ചു. 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും പുറംജാതി ആരാധനകളെ ക്രിസ്തീയ ആരാധനയുമായി സംയോജിപ്പിച്ച് ക്രിസ്തീയ ആരാധനയും വിജാതി ആരാധനയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ലെവലിലേക്ക് ആക്കി തീർത്തു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ ദൈവം ഒരിക്കൽ പോലും തൻ്റെ വിശ്വസ്തരായ അനുയായികളെ ഒറ്റപ്പെടുത്തിയില്ല. അവർ ജീവനും യേശുവിൽ തന്നെ അവർ വഴിയും സത്യവും ജീവനും കണ്ടെത്തി. പരിശുദ്ധാത്മ ശക്തിയാൽ കഠിനമായ സമ്മർദ്ദങ്ങൾക്കിടയിലും അവർ ഉറച്ചു നിന്നു. അവരുടെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടതുമായ വെളിപ്പാടുകൾ അവർ അനുസരിച്ചു. അവർക്ക് വെളിപ്പെട്ടതുമായ ദൈവേഷ്ടത്തിനൊത്ത് അവരെ ജീവിക്കുകയും ചെയ്തു. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ വിട്ടുവീഴ്ച സാത്താൻ്റെ ഒരു സൂക്ഷ്മ തന്ത്രമാണെന്നാണ് പറയുന്നത്. വിട്ടുവീഴ്ച, എല്ലാത്തിനോടും കൂടി ഒരു കോംപ്രമൈസ്, അത് സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. യോഹന്നാൻ 14:6, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് തോമസ് യേശുവിനോട് ചോദിച്ചു, നീ പോകുന്ന സ്ഥലം അറിയാൻ പാടുന്നില്ല, പിന്നെ എങ്ങനെയാ വഴി ഞങ്ങൾ അറിയുന്നേ? അതിനുള്ളൊരു ഉത്തരമാണ് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പാപം മൂലം വഴിവിട്ടു പോയ മാനവജാതിക്ക് അല്ലെങ്കിൽ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരേ ഒരു മാർഗം, മടങ്ങിച്ചെല്ലുവാൻ ഉള്ള ഒരേ ഒരു മാർഗം
കർത്താവായ യേശു ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യോഹന്നാൻ 8:44 പിശാച് ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവന് സത്യം ഇല്ലായ്ക കൊണ്ട് അവൻ സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സത്യത്തിൽ നിന്ന് അടർത്തി മാറ്റി പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് യോഹന്നാൻ 8:44 പിശാച് ആദ്യം മുതൽ കൊലപാതകനാണ്, അവന് സത്യമില്ല. അവൻ എന്തെങ്കിലും പറയുന്നുണ്ട്, സത്യത്തിൽ കുറേ ഭാഗം അടർത്തി മാറ്റിയാണ് പറയുന്നത്. അവൻ ഭോഷ്ക് സംസാരിക്കുന്നു, മാത്രമല്ല ഭോഷ്കിൻ്റെ അപ്പനും കൂടെയാകുന്നു. യോഹന്നാൻ 14:6 യോഹന്നാൻ 8:44 തമ്മിൽ നാം ഒന്ന് താരതമ്യം ചെയ്താൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എങ്ങനെ, സാത്താൻ്റെ സ്വഭാവം എങ്ങനെ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു സ്നേഹവാനായ ദൈവമാണ്. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ സൃഷ്ടാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, ന്യായാധിപതിയാണ്, രാജാതിരാജാവായി വരുന്നവനുമാണ്. എന്നാൽ സാത്താൻ അവൻ കൊലപാതകിയാണ്, സത്യമില്ലാത്തവനാണ്, ഭോഷ്ക് പറയുന്നവനാണ്, ഭോഷ്കിൻ്റെ അപ്പനുമാണ്. യേശു പറയുന്നത് സത്യമാണ്, കാരണം ദൈവം സത്യത്തിൻ്റെ അധികാരിയാണ്. ദൈവജനത്തെ തെറ്റിക്കുവാൻ നുണകൾ, വഞ്ചന, തെറ്റായ വിവരങ്ങൾ, സത്യത്തിൻ്റെ വളച്ചൊടിക്കൽ എന്നീ മാർഗങ്ങളാണ് സാത്താൻ ഉപയോഗിച്ചിരുന്നത്. ഹവ്വായുടെ അടുത്ത് ചെന്നിട്ട് സത്യം വളച്ചൊടിച്ച് പറഞ്ഞു, തിന്നുന്ന നാളിൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹവ്വയെ വഞ്ചിച്ചു. നൂറ്റാണ്ടുകളായി സാത്താൻ ചെയ്യുന്നതും ഇതുതന്നെയാണ്, സത്യത്തെ വളച്ചൊടിച്ച് ദൈവജനത്തെ വഞ്ചിക്കുന്നു. ശരിക്കും സാത്താൻ ദൈവവചനത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നു. ഇങ്ങനെ വളച്ചൊടിച്ച് സംശയം ജനിപ്പിച്ച് അത് ദൈവവചനത്തെ വളച്ചു ഒടിക്കുന്നു. സദൃശവാക്യം 23:23 നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും വിവേകവും അങ്ങനെ തന്നെ. യോഹന്നാൻ 17:17 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിയുവാനും അവൻ്റെ ശക്തിയെ ചെറുക്കുവാനും തിരുവെഴുത്തുകൾ മനുഷ്യനെ പ്രാപ്തരാക്കുമെന്ന് അവനറിയാം. അപ്പം തിരുവചനം പഠിച്ചാൽ സാത്താൻ്റെ വഞ്ചനകളെ മനസ്സിലാക്കാൻ ദൈവമക്കൾക്ക് കഴിയും. അതിന് സാത്താൻ്റെ വഞ്ചനയെ ചെറുക്കുവാനും അവർക്കാകും. അതുകൊണ്ട് ലോകരക്ഷകൻ പോലും അവൻ്റെ ആക്രമണങ്ങളെ നേരിട്ടത് തിരുവചനം ഉപയോഗിച്ചാണ്. തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സാത്താൻ മനുഷ്യരുടെ മേൽ ആധിപത്യം നിലനിർത്തുന്നത് എപ്രകാരമാണ്? സാത്താൻ എപ്പോഴും മനുഷ്യരുടെ മേലൊരു ആധിപത്യം നിലനിർത്തും. അത് മനുഷ്യരെ അജ്ഞതയിൽ നിർത്തിയാണ്. തിരുവെഴുത്തിലെ വിശുദ്ധ സത്യങ്ങൾ മറച്ചു വയ്ക്കുകയും അത് അടിച്ചമർത്തുകയും ചെയ്യും. ഈ യുക്തി റോമൻ സഭ സ്വീകരിച്ചു. 100 കണക്കിന് വർഷങ്ങൾ വേദപുസ്തകത്തിൻ്റെ പ്രചാരം അവർ നിരോധിച്ചിരുന്നു. തത്വദീക്ഷയില്ലാത്ത സഭാ മേലധികാരികൾ അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി തിരുവചനത്തെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അവർക്കിഷ്ടതും പോലെ വ്യാഖ്യാനിച്ചു. റോമൻ സഭാ മേലധ്യക്ഷന്മാർ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് വിശ്വാസികളെ വിശ്വസിപ്പിച്ചു. ദേവാലയത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അധികാരം അവർക്ക് ലഭിച്ചു. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ വന്യമായ ചെന്നായ്ക്കൾ. അപ്പോസ്തല പ്രവൃത്തികൾ 20:27 മുതൽ 32 വരെയുള്ള ഭാഗത്ത് നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശരിക്കും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇവിടെ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ഈ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മളെ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:27 മുതൽ 32 വരെ, ഞാൻ പോയ ശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? കൊടിയ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തെ ഉപദ്രവിക്കാനായിട്ട് വരും. ഈ ശിഷ്യന്മാരെ വലിച്ചു കൊണ്ടുപോകാൻ വരുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുവാൻ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ ലക്ഷ്യം വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി സഭയെ ഒരുക്കുക. പൗലോസിന് ആശങ്കകളുണ്ട്, അതേസമയം പൗലോസിന് കരുതലുമുണ്ട്. എന്താണ് പൗലോസിൻ്റെ ആശങ്കകൾ? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസികൾ കഠിനങ്ങളായ പീഡനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അത് സഭയ്ക്കുള്ളിൽ നിന്നുമാണ് പ്രധാനമായും സംഭവിക്കുന്നത്. പലപ്പോഴും സഭയ്ക്കുള്ളിലാണ് ഛിദ്രങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്, മുളമുട്ടി തുടങ്ങുന്നത്. അത് സഭയ്ക്കുള്ളിൽ നിന്നുമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. 1-2 നൂറ്റാണ്ടുകളിൽ അത് നിറവേറ്റപ്പെട്ടു. ഈ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത് 1-2 നൂറ്റാണ്ടുകളിൽ അവിടെ നിറവേറ്റപ്പെട്ടു. ശരിക്കും ചക്രവർത്തിയെ അനുസരിക്കാത്ത അല്ലെങ്കിൽ റോമൻ ദൈവത്തെ ആരാധിക്കുവാൻ വിസമ്മതിച്ച വിശ്വാസികളെ അവരെ പീഡിപ്പിച്ചു, അവരെ തടവിലാക്കി, മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ടു, സ്തംഭത്തിൽ കെട്ടി അവരെ ചുട്ടെരിച്ചു. അപ്പോസ്തലന്റെ അടുത്ത ആശങ്ക എന്തായിരുന്നു? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ ധാരാളം സഭയ്ക്കുള്ളിൽ എഴുന്നേൽക്കും. വിപരീത ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അങ്ങനെ വരുന്ന ഉടനെ എന്താ പറയുക? അന്തഛിദ്രം അവിടെ ഉണ്ടാകും. അപ്പം മതവിരുദ്ധർ സഭയിൽ പ്രവേശിക്കും. മതവിരുദ്ധർ സഭയിൽ പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുന്നത്? തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കും. ഭൂരിപക്ഷം വിശ്വാസികളെയും അവർ തെറ്റിദ്ധരിപ്പിക്കും. പുറംജാതി ആചാരങ്ങൾ കൊണ്ടുവരും. ദൈവവചനത്തിലെ സത്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം സംഭവിക്കും. ഇത്രയും ദോഷമാണ് പുറത്തുനിന്ന് ആളുകൾ വന്നാൽ, സഭയ്ക്കുള്ളിൽ ഇല്ലാത്തവർ വന്നാൽ, വിശ്വസ്തരല്ലാത്തവർ വന്നാൽ സംഭവിക്കുന്നത്. മതവിരുദ്ധർ വന്നാൽ തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കും, പുറംജാതി ആചാരങ്ങൾ കൊണ്ടുവരും, ദൈവവചനത്തിലെ സത്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം സംഭവിക്കും. 2 തെസ്സലോനിക്കർ 2:7-18 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്കൊരു മുന്നറിയിപ്പാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സാത്താനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന അധർമ്മമൂർത്തി. അപ്പോൾ അധർമ്മമൂർത്തിക്ക് സാത്താനെ പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാൻ കഴിയും. ആരാണ് ഈ അധർമ്മമൂർത്തി? ക്രിസ്തുവിൻ്റെ ഒരു വ്യാജാനുകരണമാണ്. ക്രിസ്തുവാണെന്ന് വ്യാജമായി അനുകരിച്ചു വരുന്നവരാണ് ഈ അധർമ്മമൂർത്തി. എന്ന് വെച്ചാൽ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു. ഈ അധർമ്മമൂർത്തിയുടെ അതിശയ പ്രവൃത്തികൾ ജനത്തെ വഞ്ചിക്കുവാൻ അനുയോജ്യമായിരിക്കും. അപ്പം ശരിക്കും ജനങ്ങൾ വിശ്വാസത്തിൽ, തിരുവചനത്തിൽ അടിയുറച്ച വിശ്വാസമില്ലാത്ത ജനങ്ങൾ ഈ അധർമ്മമൂർത്തിയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവരുടെ പിന്നാലെ പോകും. അതിന് തെളിവ് മിസ്രൈമ്യ മന്ത്രവാദികൾ മോശ കാണിച്ചതുപോലൊക്കെ തന്നെ അത്ഭുതങ്ങൾ കാണിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വടിയൊക്കെ പാമ്പാക്കി മാറ്റി. അധർമ്മമൂർത്തിയെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് നല്ലൊരു പ്രത്യാശയും കൂടെ തരുന്നുണ്ട്. അധർമ്മമൂർത്തി എത്രയൊക്കെ അത്ഭുതങ്ങളോ അതിശയ പ്രവർത്തികളൊക്കെ ചെയ്താലും അധർമ്മമൂർത്തിയെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ
നശിപ്പിക്കും. അധർമ്മത്തിൻ്റെ നിഗൂഢത, ഈ അധർമ്മത്തിൻ്റെ നിഗൂഢത, ഇതൊക്കെ അവസാന സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്പോൾ തന്നെ സഭയ്ക്കുള്ളിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് തന്നെ ദൈവിക സത്യത്തിൽ നിന്നും വ്യതിചലനം ഉണ്ടായി. രണ്ടാമത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വിഗ്രഹങ്ങൾ ക്രിസ്ത്യൻ ആരാധനയിലേക്ക് കടന്നു വന്നു. അതാണ് ഈ വിജാതീയർ വന്നാൽ അവർ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് സമഗ്രമായ വേദപഠനം ഇല്ലാതെ കടന്നു വരുന്നവർക്ക് ആ പഴയ ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുവാൻ അവർ തയ്യാറാകുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ വിഗ്രഹങ്ങൾ എല്ലാ പുറജാതി മതങ്ങളിലും മുൻപന്തിയിലായിരുന്നു. അപ്പം ഈ വിഗ്രഹാരാധനയാണ് ആദ്യകാലം മുതലേ, ഈവൻ എഴുത്തുകാരൻ പറയുന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാ മതവിഭാഗങ്ങളും, വിജാതീയ മതവിഭാഗങ്ങളിലും വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. ഈവൻ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജാതി കടന്നു വന്നപ്പോൾ കുറേ ദിവസം മോശെ കാണാതിരുന്നപ്പോൾ അവരും ആ ആരാധനയിലേക്ക്, കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതിലേക്ക് അവരും പോയി. അപ്പോൾ അത് സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്, ദൈവത്തിന് പകരം വിഗ്രഹത്തെ ആരാധിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക. ക്രിസ്ത്യ സഭയിൽ വരുന്ന വിജാതീയ ദേവതകളും ദേവന്മാരും ക്രിസ്ത്യ സഭകളിൽ വിജാതീയ മതക്കാർ കൊണ്ടുവന്നു. ഇന്ന് അവരെയൊക്കെ അറിയപ്പെടുന്നത് വിശുദ്ധന്മാരെന്നാണ്. ഓരോ പള്ളികൾക്കും ഓരോ അമ്പലങ്ങൾക്കും ഓരോന്നിനും അവരവരുടെ പ്രത്യേക ദേവിയോ അല്ലെങ്കിൽ വിശുദ്ധന്മാരോ ഉണ്ട്. വിശുദ്ധന്മാരുടെ നാമത്തിൽ ദേവാലയം ഉണ്ടാക്കി അതിന് പെരുന്നാളുണ്ട്. ഞായറാഴ്ച സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാണ് സൺഡേ. അത് ക്രിസ്തീയ സഭയിൽ എന്താ വന്നതെന്നറിയാമോ? പുനരുത്ഥാനത്തിൻ്റെ ബഹുമാനാർത്ഥം ക്രിസ്ത്യൻ ആരാധനയിൽ കൊണ്ടുവന്നതാണ് ഞായറാഴ്ച ആരാധന. അപ്പം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിജാതീയർ സഭയിൽ കടന്നു വരുമ്പോൾ അവരെ തിരുവചനം നന്നായി തന്നെ പഠിപ്പിക്കണം. അത് സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ നന്നായി തന്നെ തിരുവചനങ്ങൾ അവരെ പഠിപ്പിക്കണം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൽ വചനത്താൽ സംരക്ഷിക്കപ്പെടുന്നു. യോഹന്നാൻ 17:16-17 ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:32 നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലനാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. തിരുവചനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം നമ്മളെ ദൈവഹിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. വൻ പോരാട്ടത്തിൻ്റെ വെളിച്ചത്തിൽ തിരുവചനം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. സാത്താൻ്റെ വ്യാമോഹങ്ങളെ തുറന്നു കാട്ടുന്നു. അവൻ്റെ വഞ്ചനകൾ വെളിപ്പെടുത്തുന്നു. പിശാച് തിരുവചനത്തെ വെറുക്കുന്നു. അതിൻ്റെ സ്വാധീനത്തെ നശിപ്പിക്കുവാൻ സാധ്യമായതെല്ലാം പിശാച് ചെയ്യും. തിരുവചനത്തിൽ കൂടിയാണ് രക്ഷാപദ്ധതിയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, പഠിപ്പിക്കലുകൾ, ശുശ്രൂഷകൾ ഇവയെല്ലാം മനസ്സിലാക്കി തരുന്നത് തിരുവചനത്തിൽ കൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ത്യാഗോജ്ജലമായ യാഗം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം, അവൻ്റെ മധ്യസ്ഥതയുടെ ശക്തി, അവൻ്റെ രാജതുല്യമായ വരവിൻ്റെ മഹത്വം എല്ലാം നാം ഗ്രഹിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. ഈ നിർണായക സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന തിരുവചനത്തിലൂടെയാണ്. അതുകൊണ്ട് തിരുവചനം വായിച്ച് പഠിച്ച് തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു സത്യക്രിസ്ത്യാനിയുടെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എങ്കിൽ മാത്രമേ അവന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ ഉദ്ധരിച്ച ഭാഗങ്ങളൊക്കെ തിരുവചനം ദൈവഹിതം വെളിപ്പെടുത്തുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൻ പോരാട്ടത്തിൻ്റെ വെളിച്ചത്തിൽ തിരുവചനം അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നുണ്ട്. സാത്താൻ്റെ വ്യാമോഹങ്ങളെ തുറന്നു കാട്ടുന്നുണ്ട്. തിരുവചനത്തിൽ കൂടിയാണ് രക്ഷാപദ്ധതി നാം അറിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതെന്ന് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ദൈവത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യാഗം, അവൻ്റെ പുനരുദ്ധാനം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം, മധ്യസ്ഥതയുടെ ശക്തി, അവൻ്റെ രാജതുല്യമായ വരവിൻ്റെ മഹത്വം എല്ലാം നാം ഗ്രഹിക്കുന്ന തിരുവചനത്തിലൂടെയാണ്. അപ്പം സങ്കീർത്തനം 119 105 പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ തിരുവചനം എന്താണ്? തിരുവചനം ഒറ്റ വാക്കിൽ നാം പറഞ്ഞാൽ, വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പം വിളക്ക് കൈവശമുള്ളവന് എന്നും വിശ്വം ദീപമയം എന്നൊരു ചൊല്ലുണ്ട്. അപ്പം വിളക്ക് കയ്യിലുണ്ടെങ്കിൽ അവന് ഈ ലോകം മുഴുവനെ നല്ല പ്രഭ വിതറുന്നതാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കൂരിരുട്ട് നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ഇടറി വീണ് പോകാതിരിക്കുന്നതിന് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് ദൈവവചനമാകുന്ന ദീപമാണ്. ഞാൻ വീണ്ടും അത് വായിക്കുന്നു. കൂരിരുട്ട് നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ഇടറി വീണ് പോകാതിരിക്കുന്നതിന് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. അതൊരു ദീപമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം 119 133 എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. അപ്പം തിരുവചനം എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. കാരണം എന്തിനാണെന്നറിയാമോ? എന്നിൽ ഒരു നീതികേടും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. യാതൊരു നീതികേടും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ സ്ഥിരമായി നിൽക്കുവാൻ ഒരു ദൈവവൈതൽ സകല ഉത്സാഹവും കാണിക്കണമെന്നാണ് പറയുന്നത്. അപ്പം തിരുവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദൈവവൈതൽ അശ്രാന്തം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 119 160 നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വഴികളൊക്കെയും എന്നേക്കുമുള്ളവ. അപ്പം നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വഴികളൊക്കെയും എന്നേക്കുമുള്ളവ. അപ്പം ദൈവവചനത്തിൻ്റെ സത്യസന്ധതയിൽ സങ്കീർത്തനക്കാരന് ആശ്വസിക്കുന്നുണ്ട്. ലോകം മാറിപ്പോയാലും മാറ്റമില്ലാത്ത തിരുവചനമാണ് ലോകാരംഭം മുതൽ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക? ലോകം മാറിപ്പോയാലും മാറ്റമില്ലാത്ത തിരുവചനം ലോകാരംഭം മുതൽ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, തിരുവെഴുത്തുകൾക്ക് പുറമെ മാനുഷിക യുക്തി, അതാണ് അതിൻ്റെ തലവാചകം. തിരുവെഴുത്തുകൾക്ക് പുറമെ മാനുഷിക യുക്തി, മനുഷ്യയുക്തിയുടെ മാത്രം തിളക്കം കൊണ്ട് തിരുവെഴുത്തിലെ ദൈവിക സത്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാൻ കഴിയില്ല. മനസ്സിലായില്ലേ? മനുഷ്യന് അവന് ഒരു യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ആ യുക്തി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം കൊണ്ട് മാത്രം തിരുവെഴുത്തിലെ ദൈവിക സത്യങ്ങൾ കണ്ടെത്താൻ സാധ്യമാകുകയില്ല. സത്യം മനുഷ്യൻ്റെ അഭിപ്രായമല്ല. ദൈവിക സത്യം എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാടാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം സത്യം ഗ്രഹിക്കണമെങ്കിൽ. നമുക്ക് തിരുവചന സത്യം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. സദൃശവാക്യം 16:25 ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. മനുഷ്യന് ചിലപ്പോൾ ആദ്യം അത് ചൊവ്വായി തോന്നും, പക്ഷെ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ന്യായാധിപന്മാർ 21:25 ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ല എങ്കിൽ ഓരോരുത്തൻ അവനെ ബോധിച്ചതുപോലെ നടന്നു. സാത്താൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു വഞ്ചനയെക്കുറിച്ച് നമ്മൾക്ക് എന്തറിയാം? ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതാണ് ഏറ്റവും വലിയ വഞ്ചന.
എന്താണെന്നറിയാമോ? ദൈവവചനത്തിലെ ജ്ഞാനമില്ലാതെയുള്ള മാനുഷിക ന്യായവാദം മാത്രമാണ് അത് മാത്രം മതി. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. ബൈബിൾ പഠിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമില്ല. പകരം മാനുഷിക യുക്തി മാത്രം മതി എന്നതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു മനുഷ്യന് ആദ്യം വഴി ചൊവ്വായി തോന്നും, പക്ഷെ അതിൻ്റെ അവസാനമോ നാശമാണ്, അവസാനമോ മരണവഴികളായിത്തീരും. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ദൈവം നമ്മെ ഒരിക്കൽ പോലും തനിച്ചാക്കത്തില്ല. സ്വർഗീയ വീട്ടിലേക്ക് നയിക്കുന്ന വിശുദ്ധ അത് ശരിക്കും സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ തിരുവചനം പഠിക്കണം, തിരുവെഴുത്തുകൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരണമായി നാം ജീവിക്കണം. ആ ഗ്രന്ഥത്തിലേക്ക് നമ്മെ നയിക്കുന്നത് മാത്രമല്ല, നമ്മൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. സത്യവും കള്ളവും ശരിയും തെറ്റും നന്മയും തിന്മയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയൂ. കൽപ്പനകളില്ലെങ്കിൽ അല്ലെങ്കിൽ തിരുവചനം ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്? ഒരാളുടെ വസ്തു പിടിച്ചു പറിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഉപോത്ബലകമായ ഒരു ഘടകം ഉണ്ടാവണം. അതാണ് തിരുവചനം. ദൈവത്തിനും അവൻ്റെ വചനത്തിനും വിരുദ്ധമായിട്ടുള്ളത് തെറ്റാണ്. അപ്പം എന്തുകൊണ്ടാണ് ദൈവത്തിനും തിരുവചനത്തിനും എതിരായിട്ടുള്ള എന്ത് കാര്യങ്ങളും അത് തെറ്റാണ്. തെറ്റെല്ലായ്പ്പോഴും അപകടമേറിയതുമാണ്. ദൈവവുമായി യോജിക്കുന്നത് സത്യവും നന്മയുമാണ്. അപ്പം ദൈവവുമായി യോജിക്കുന്നത് സത്യവും നന്മയുമാണ്. അതിനെതിരായിട്ടുള്ളതെല്ലാം പൈശാചികമാണ്. യെശയ്യാവ് 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് പോയിരിക്കുന്നു. നമ്മെ നേർവഴിക്ക് നടത്താനാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ആ ദൗത്യം ഏറ്റെടുത്തത് പരിശുദ്ധാത്മാവാണ്. അപ്പം മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്നതിനാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് ബാക്കിയുള്ള സമയം മനുഷ്യനെ നേർപാതയിൽ നിന്ന് മാറാതെ നിർത്തുന്നത് പരിശുദ്ധാത്മാവ് ആണ്. നാം ഏതാണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്കെത്തി. വ്യാഴം, മനസ്സിന് വേണ്ടിയുള്ള യുദ്ധം. 2 കൊരിന്ത്യർ 4:3-6 വരെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. വളരെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. എന്നാൽ അത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവണം. ആ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സന്മുഖത്തു നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലും പ്രകാശിക്കണം. മനുഷ്യനെ പാപത്തിൽ വീഴ്ച സാത്താൻ മനുഷ്യനെ എന്തിനും ഏതിനും മതിയായവൻ എന്ന് പ്രലോഭിപ്പിച്ച് വശത്താക്കി അവൻ്റെ ദൈവമായി തീർന്നിരിക്കുന്നു. അപ്പം ഈ ദൈവം വേണ്ട, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം വേണ്ട, ഇതൊന്നുമില്ലാതെ എന്തിനും ഏതിനും പിശാചു മാത്രം മതി എന്ന് അവനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വശത്താക്കി ഈ പിശാച് ആ മനുഷ്യൻ്റെ ദൈവമായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ 12:31 അവനെ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പിശാചിനെ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ
കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സർവ്വലോകവും പാപത്തിന്റെ അനന്തരഫലമായി മനുഷ്യൻ സാത്താന്റെ അധീനതയിലായി പോകുന്നുണ്ട്. എന്നാൽ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനെ ഒരു കാരണവശാലും സാത്താന് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനെ ഒരു കാരണവശാലും സാത്താനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. ആരുടെ മനസ്സാണ് ഈ യുഗത്തിലെ ദൈവം അന്ധമാക്കുന്നത്? അത് അവിശ്വാസിയുടെ മനസ്സാണ് സാത്താൻ അന്ധമാക്കി മാറ്റുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ധാരണ അല്ലെങ്കിൽ മാനസിക കഴിവ്. SDA കമന്ററിയിൽ പറയുന്നതാണ്, മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ധാരണ അല്ലെങ്കിൽ മാനസിക കഴിവ്. ക്രിസ്തുവും സാത്താനുമായുള്ള യുദ്ധം നമ്മുടെ മനസ്സിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കുകയോ ഇരുണ്ടതാക്കുകയോ ആണ് സാത്താന്റെ പ്രധാന ജോലി. അപ്പം അപ്പോസ്തലനിലൂടെ പറയുന്നത് അങ്ങനെയാണ്. ശരിക്കും സാത്താന്റെ ജോലി എന്തോന്നറിയാം? മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി കളയുക അല്ലെങ്കിൽ ഇരുണ്ടതാക്കുക. അവന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ മനസ്സിനെ ആക്കുക. ദൈവവചനത്തിൻ്റെ പഠനത്തിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുന്നു. ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തങ്ങളെല്ലാം വചനം വായിക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുന്നു. അത് പിശാചിൻ്റെ ഒരു തന്ത്രം കൂടിയാണ്. അതിനു വേണ്ടി നമുക്ക് ബൈബിൾ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിച്ച് വരുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ എന്നാൽ ഇന്ന് ബൈബിൾ വായിക്കേണ്ട, അങ്ങ് ഉറങ്ങിയേക്കാമെന്ന് വിചാരിക്കും. അതൊക്കെ എന്താ തരുന്നത്? അമിതാധ്വാനം, ശരീരത്തിനും മനസ്സിനും അമിതാധ്വാനം കൊടുത്തിട്ട് തിരുവചന പഠനത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുകയാണ്. അല്ലെങ്കിൽ ലൗകിക ചിന്തകൾ കൊണ്ട് അവൻ്റെ മനസ്സിനെ നിറയ്ക്കുന്നു. മനുഷ്യന് ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ആലോചിക്കുക, എനിക്ക് നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം. എല്ലാ ലൗകിക ചിന്തകൾ കൊണ്ടും അവൻ്റെ മനസ്സ് നിറയ്ക്കുന്നു. മനുഷ്യന് പിന്നെ വേറൊന്നൊരു കാര്യമുണ്ട്, ഇല്ലാത്തൊരു ആത്മാഭിമാനം ഉണ്ടെന്ന് അവൻ അടിക്കുമ്പോൾ വചനം വായിക്കുന്നതിൽ നിന്ന് അവൻ അകന്നു നിൽക്കുന്നു. തിരുവചന സത്യം അറിയാൻ അവസരം ഉണ്ടായിട്ടും അറിയാൻ ശ്രമിക്കാത്തവരാണ് കൂടുതൽ. ഇന്നത്തെ ആധുനിക ലോകത്ത് നമ്മൾ കാണുന്ന ചെറുപ്പക്കാരാണേലും പ്രായമുള്ളവരാണേലും ഇവരാണേലും ബൈബിളൊക്കെ വായിക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും മൊബൈലിനകത്തുണ്ട്. 24 മണിക്കൂറും മൊബൈൽ നോക്കിക്കൊണ്ട് അതുമാത്രം ഇങ്ങനെ കണ്ട് കേട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉള്ളതുകൊണ്ട് അവന് സമയമില്ല തിരുവചനം വായിക്കുന്നതിന് വേണ്ടി. ഇതെല്ലാം പൈശാചികന്റെ തന്ത്രങ്ങളാണ്. സാത്താൻ എന്താ ചെയ്യുന്നത്? തിരുവചനം അറിയാൻ അവസരം ഉണ്ടായിട്ടും അറിയാൻ ശ്രമിക്കാത്തവരാണ്. സാത്താൻ അവരുടെ കണ്ണുകളെ കുരുടാക്കുന്നു. സാത്താൻ്റെ രാജ്യം ഇരുട്ടിൻ്റെ രാജ്യമാണ്. സാത്താൻ്റെ രാജ്യം ഇരുട്ടിൻ്റെ രാജ്യമാണ്. സാത്താൻ അവരുടെ കണ്ണുകളെ കുരുടാക്കുന്നു. അതിനുള്ള ഒരു അതിൽ നിന്ന് വിമോചനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? സാത്താൻ്റെ പൈശാചിക തന്ത്രങ്ങളും വഞ്ചനകളും തുറന്നു കാട്ടാനും മനുഷ്യർക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി കാണിക്കുവാനും കഴിയുന്ന ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. അപ്പം ഈ സാത്താൻ ഇങ്ങനെ മനുഷ്യനെ കുരുടാക്കുക, അവനെ ലൗകിക ചിന്തകളാൽ അവൻ്റെ മനസ്സ് നിറയ്ക്കുക, അല്ല അമിതാധ്വാനം കൊടുത്ത് അവനെ ക്ഷീണിതനാക്കുക, ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരേ ഒരു വിടുതൽ എന്ന് പറയുന്നത് സുവിശേഷമാണ്. യേശുവിൻ്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവയാണ് ഈ പുതിയ നിയമത്തിൻ്റെ സന്ദേശം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി വീണ്ടും വരും, രാജാതിരാജാവായി വീണ്ടും വരും, ഒരു വലിയ ന്യായാധിപതിയും കൂടിയാണ് എന്നുള്ളതാണ് സുവിശേഷം. അപ്പം സുവിശേഷത്തിൻ്റെ ഹൃദയം യേശുവാണ്. സുവിശേഷം എന്ന് പറയുന്നതിൻ്റെ ഹൃദയം യേശുവാണ്. തിരുവെഴുത്തുകളുടെ കേന്ദ്രവും യേശുവാണ്. എല്ലാ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രിസ്ത്യൻ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ പുതിയ നിയമ വിശ്വാസികൾ തങ്ങളുടെ ഇരുട്ടിൽ വെളിച്ചമായ ക്രിസ്തുവിനോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരായിരുന്നു. എല്ലാ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യൻ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ പുതിയ നിയമ വിശ്വാസികൾ തങ്ങൾക്ക് മുമ്പിലുള്ള ഇരുട്ടിൽ നിന്ന് വെളിച്ചമായ ക്രിസ്തുവിനോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരായിരുന്നു.
അവർ അവൻ്റെ കൃപയിലും കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട, അവൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെട്ട, അവൻ്റെ സ്നേഹത്താൽ പ്രചോദിതരായിട്ടാണ് അവർ പ്രതിജ്ഞാബദ്ധരായി തീർന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവൻ്റെ വീണ്ടെടുപ്പിൻ പ്രക്രിയയിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടണം. അവൻ്റെ സ്നേഹത്താൽ നാം പ്രചോദിതരായിത്തീരണം. അങ്ങനെയെങ്കിൽ മരണത്തിന് പോലും ക്രിസ്തുവിനോടുള്ള അവരുടെ വിശ്വസ്തതയുടെ ബന്ധം തകർത്ത് കളയുവാൻ കഴിയില്ല. ഒരു ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ബന്ധം ഒരു കാരണവശാലും മരണത്തിന് പോലും അവനിൽ നിന്ന് വിച്ഛേദിക്കുവാൻ കഴിയില്ല. ആ ബന്ധം വളരെ ദൃഢതരമായിരിക്കും. അപ്പോൾ ആ സ്നേഹവാനായ യേശുവിനെ ഇന്ന് ഈ പകൽക്കാലം കാണുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഇന്നത്തെ പാഠപഠനത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും തിരുമേനിയുടെ തൃക്കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കർത്താവേ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ തിരുവചനം പഠിച്ചു, തിരുവചനം ഉപയോഗിച്ചു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും എന്നും കർത്താവെ തിരുവചനത്തിന് അടിസ്ഥാനമായി ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. പൈശാചികൻ്റെ ഒരു തന്ത്രങ്ങളിലും ഞങ്ങൾ അകപ്പെട്ടു പോകാതെ, ഒരു ദുഷ്ടശക്തി ഞങ്ങളുടെ മേൽ ജയം കൊള്ളാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകി തരണം. തിരുവചന പാഠപഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ, കർത്താവെ സ്നേഹവാനായ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിങ്കൽ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ ഞങ്ങളും യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.